ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഉണ്ട്, ഒരു ഗുൽക്കണ്ട എന്നുള്ള സാധനം ഞങ്ങളിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത് കഴിക്കാമെന്ന് വെച്ചു. കൂട്ടത്തിൽ ഇവിടെ പരുമല തിരുമേനിയുടെ ഒരു പള്ളിയുണ്ട്, അവിടെ പോയി മെഴുകുതിരിയും കത്തിച്ചിട്ട് നേരെ അവിടെ പോയി ഈ സാധനം എങ്ങനെ ഉണ്ട്, കൊള്ളാമോ ഇല്ലയോ നോക്കിയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഇവിടെ ഒരു പാർക്കുണ്ട്, അതിന് സൈഡിൽ വന്ന് നിൽക്കുക. വേണ്ട, ഒരു ലേക്ക് പാർക്കുണ്ട്, അത് എപ്പോഴും നിങ്ങളെ കാണിക്കാം. ചക്കുപ്പി പുറയുന്നു, ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഉറങ്ങിയാടാ? ചക്കുപ്പി ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നിങ്ങളും കൂട്ടത്തിൽ പോയി നമുക്ക് പോയിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഉണ്ടോ ഇല്ലെന്ന് പറയാം. ഇവിടുത്തെ ഫേമസ് ആയിട്ടൊരു സാധനമാണ്. എന്തായാലും നമുക്ക് അവിടെ പോയി കഴിച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള സാധനം കൊള്ളാമോ ഇല്ലെന്ന് ഞങ്ങളിവിടെ നോക്കട്ടെ. ഇവിടുത്തെ രാമേശ്വരം കത്തുണ്ടോ, ഭയങ്കര തിരക്ക്. ഇവിടെ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ അവിടെ വെച്ചെടുത്ത് അല്ലേ അമ്മോ? ഞങ്ങൾ വീഡിയോ എടുത്ത് എങ്ങനെ കൊള്ളാമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്ത വീഡിയോ ആണ്. ആ വീഡിയോ പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഭയങ്കര ബ്ലോക്കാണ്. അവിടെ ഒരു സൈസ് പൊടി ഇഡലി, പൊടി ദോശ, ഇഡലി എന്നൊക്കെ പറഞ്ഞ ഒരു തട്ടിഡലി എന്ന് പറഞ്ഞിട്ട് വലിയ ഇഡലി കിട്ടും. അത് നല്ല ടേസ്റ്റാണ് അവിടുത്തെ. അതാണ് അവിടുത്തെ ഫേമസ്. ഒരു പ്ലേറ്റ് 100-110 രൂപ വരും. 2 ഉള്ളൂ. ഓ, ഈ കളറുണ്ട് കൈ. ഇതെന്താണ് ഫ്രെയിം പോലിരിക്കുന്നത്? വൈകുന്നേരമൊക്കെ ട്രാഫിക് ആണെങ്കിലും ഇങ്ങനെ കാലാവസ്ഥയ്ക്കാണെങ്കിൽ നല്ല രസം. ഇങ്ങനെ പാടും നമ്മളൊരു ഫ്ലൈ ഓവറിൽ കൂടെ പോകാൻ പോകുമ്പോൾ ഇവിടെയൊക്കെ കുറേ ഫേമസ് നല്ല ബ്രാൻഡുകളുണ്ട്. വൈൽഡ് ക്രാഫ്റ്റ്, ജെറ, ഇതിനുവേണ്ടി വേണം. അങ്ങനെ ഇവിടുത്തെ വലിയൊരു ഫേമസ് മാളാണിത്, വേഗ സിറ്റി മാൾ. ഞങ്ങളിതുവരെ പോയിട്ടില്ല കേട്ടോ ഈ മാളിൽ. ഒരു ദിവസം മഴ പെയ്തപ്പോൾ അതിൻ്റെ പിന്നെ കയറിയിരുന്നതല്ലാതെ മാളിനകത്ത് ഇതുവരെ കാണാൻ പറ്റി. എപ്പോഴെങ്കിലും വരണമെന്നുണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇതിൽ കയറിപ്പം പറ്റുമോ? അങ്ങനെ ഒരു 10-15 മിനിറ്റുള്ള ട്രാഫിക് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകണം. റൈറ്റ് പോകണമെന്നുള്ള പൊട്ടന്മാർ ലെഫ്റ്റ് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിഗ്നൽ ഓട്ടോ നടക്കുന്നു. അയ്യോ, ചതിച്ച് കായ്. അല്ല, ഇവിടെ സിഗ്നൽ വെച്ച് ഓറഞ്ച് അടിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ കീഴിൽ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ആണെന്ന് കേട്ടോ. ഇതുണ്ട്, ഈ സ്ഥലത്ത് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. കപ്പൽ പോലിരിക്കും, ഒരു ഷിപ്പിൻ്റെ മോഡലല്ലേ? ഒരു ഷിപ്പിൻ്റെ മോഡൽ ബിൽഡിങ്, ഒരു ഷിപ്പിൻ്റെ കൂട്ടിരിക്കുന്നില്ലേ? അങ്ങനെ നമ്മുടെ അടുത്ത ട്രാഫിക്ക് ഇപ്പോൾ മൊത്തം 3-4 ട്രാഫിക്കായിരുന്നു നമുക്ക്. ഏതോ ഒരെണ്ണം ഞാൻ ക്യാമറയിൽ എടുത്തില്ല വീഡിയോ. അങ്ങനെ മൊത്തം 5 ട്രാഫിക് ഉണ്ടെന്ന് നോക്കില്ല. അയ്യോ, കേട്ടല്ലോ അമ്മോ. നമ്മൾ ഇല്ല കയറ്റി വിട്ടല്ലോടി. അയ്യോ ഗൈസ്, പെട്ടെന്ന് ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് വഴി തെറ്റി ഗൈസ്. ഏതോ പട്ടിക്കാട്ടിൽ കൂടെ കൊണ്ടുപോയി. ഇനി എവിടെ ചെല്ലുന്നുണ്ട്? ഓ മൈ ഗോഡ്, ഇവിടെ കൊണ്ടുപോയി. ഞങ്ങൾ പോയ വഴി എല്ലാം കൂട്ടിപ്പൊടിച്ചിട്ടേക്കാണ് ഗൈസ്. അയ്യോ, റോഡില്ലേ ഉണ്ട് ഗൈസ്. ചേട്ടാ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഫുട്പാത്തിൽ കൂടെ ഒക്കെ വരണ്ട അവസ്ഥയായി. അതെന്നാ ഓടയും. ഒന്നും പറയണ്ട ഗൈസ്.
200 മീറ്റർ വരേണ്ട സ്ഥലത്ത് ഇപ്പോൾ ഒരു 3-4 കിലോമീറ്റർ മടങ്ങാങ്ങിയാൽ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ വരുന്നതായിരുന്നു. മൊത്തത്തിൽ പണി വേണം. ഇവിടാണ് ശവക്കോട്ട. ഇവിടുത്തെ മഞ്ചിൽ കണ്ട ശവം കൊണ്ടോ സാധനം കണ്ട വണ്ടി ഫുഡൊരു പരുന്തോ നോക്കിയോണ്ട് പരുന്ത് കാക്കാനായിട്ട് കൊത്താൻ പോകുന്നുണ്ട് കൈ തൂണ് ഇതിലെവിടെ പോണു കാണ്ട പോകുന്നിടത്ത് ആണ്ട ഓ ചാടി ആ കുറേ എണ്ണം അതിലേ വരുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ മണ്ടക്കിട്ട് വരും. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ട് വന്നു കഴിച്ചു. ഇതാണ് നമ്മുടെ ചർച്ച്. പിന്നെ അങ്ങനെ അകത്ത് കൊടുക്കാം കഴിച്ച്. അങ്ങനെ പള്ളിയുടെ അടത്ത് കയറി. പക്ഷേ അവിടെ വിളക്ക് കത്തിക്കാനുള്ള സാധനമില്ല. അത് അവരവിടുന്ന് മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോയി മറ്റേ ഗുൽക്കണ്ടോ ആ സാധനം പോയി നോക്കിയിട്ട് വരാം. ഇനി അത് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നേരെ ഇവിടുന്ന് മാതാവിൻ്റെ ഒരു കുരിശടി. ബാംഗ്ലൂർ 2 നില ബസ് കിടക്കുന്നു. 2 നില ബസ് ഫ്രണ്ടിൽ പോകുന്ന ലൈറ്റ് കണ്ടോടി കൊള്ളാമല്ലേ. ആ ഈ കട ആ കട എന്നിട്ട് അല്ല ആ കടയാണോ? അങ്ങനെ 2 ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഗുലാബ് ജാമുൻ്റെ സാധനം കിട്ടിയില്ല, തീർന്നു പോയി. അതുകൊണ്ട് നേരത്തെ ഇനി ഒരു വട്ടം ഒന്നുകൂടെ വരാം ഞങ്ങളെ. എന്തൊക്കെയാ? ബട്ടറുണ്ട്. ആ അതിനകത്ത് ബട്ടർ, ഐസ്ക്രീം, പഴം, പിന്നെ ഇത് റോസ് പെറ്റിലിൻ്റെ ജാം അതല്ലേ? റോസ് പെറ്റിൽ മറ്റേ റോസപ്പൂവിൻ്റെ ഇതള് വെച്ചിട്ടുള്ള ജാം. ഇതെല്ലാം കൊണ്ട് കുഴക്കി. എൻ്റെ കയ്യിൽ ഇതിരിക്കുമോ കഴിച്ച് ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ട്, തിന്നാൻ പറ്റുന്നില്ല. ഇത് മിക്കവാറും ഇത് തിന്നിട്ട് വരുമ്പോൾ ഇത് അലിഞ്ഞു പോകുന്നതാണ് തോന്നുന്നത്. വീഡിയോ കാണുമ്പോൾ ഞാൻ കൊടുത്ത് വലിയ സാധനമാണെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇത് കുഞ്ഞതാണ്. എൻ്റെ ഇതൊന്നും ഇളക്കി തരുമോ? എനിക്കും തിന്നണം. ചക്കുപ്പിക്ക് കൊടുത്തോ? വേണം, ഞാൻ ഇളക്കോളാം. ഞാൻ മാറും. അതുകൊണ്ട് എൻ്റെ ഇതും കൂടെ എടുത്തോണ്ട് പോയി ടേസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചു. ഞാനൊരു കൊതി എന്നോട് അയക്കും. കൊള്ളാമോടേ കപ്പി? എങ്ങനെയുണ്ടോ? സൂപ്പറാണോ? ചപ്പനുണ്ടല്ലോ അടുത്ത ടോയ് വേണമെന്നുള്ള മൂടി ഇരിക്കുക. അതുകൊണ്ട് ഇത് തിന്നാനൊരു നമ്മൾ 3 പേരും കൂടെ ഇവിടെ മാറി ഇരുന്ന് കഴിക്കുക. ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക്. ഇവിടെ ഫുള്ള് മലയാളികൾ ഇപ്പൊ വന്നേക്കുന്നു, ഒത്തിരി പേര്. ഇത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എത്രയും വെട്ടമാണെന്നൊരു പിടുത്ത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒരെണ്ണം വാങ്ങിച്ചിട്ട് നോക്കിയാലോ എന്ന്. പക്ഷെ തിരക്ക് കാരണം ഞങ്ങൾ 2 വാങ്ങിച്ചു. ഇതിപ്പോ ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് തിന്നാൻ പറ്റുന്നില്ല, കണ്ടോണ്ടിരിക്കാനാ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് പെട്ടെന്ന് കഴിച്ചിട്ട് വരാൻ കഴിച്ചു. ഗുലാബ് ജാമുന്റെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. അതെ, ഗുലാബ് ജാമുൻ തീർന്നു പോയി. നീ ടേസ്റ്റ് നോക്കിയതായിരുന്നു. ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഞാനും പോയി കഴിച്ചിട്ട് വരട്ടെ. കണ്ട മുത്തങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളും ഇളക്കിയാണോ കഴിക്കേണ്ടേ? ഐസ്ക്രീം അല്ല, ഇത് ഇളക്കിയാണോ കഴിക്കേണ്ടേ? ബട്ടർ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. മതിയുടെ കണ്ടിട്ട് എന്തോ ഇതിപ്പോ താഴെ പോവല്ലേ?
ഏതാ ഉള്ളത്? അതാണോ ഉള്ളത്? ഏതാണോ ഉള്ളത്? അങ്ങനെ മുട്ട് കഴിക്കുക വേണ്ട, മുക്കത് ഫുള്ളും കൂടെ ഇളക്കി മറിച്ച്. എൻ്റേത് ഞാൻ ഇങ്ങനെയാണ് കഴിച്ചത്. ഞാൻ ഫുള്ളും ഇളക്കിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കുവിന് കൊടുക്കിച്ചിരേ. ചക്കു ഇങ്ങ് വാ. എന്തിനാ സെറ്റർ ഊരിയേ? തണുപ്പല്ലേ. ചക്കു അങ്ങോട്ട് പോകല്ലേ? എങ്ങനെ എന്തോ പറവല്ല, മുട്ട് തീറ്റി തുടങ്ങിയിട്ട് മുഖത്ത് പോലും നോക്കുന്നില്ല. അപ്പം ഞാൻ ഇനി കഴിക്കട്ടെ കേട്ടോ. എൻ്റെ കണ്ടോ ഒരു വണ്ടി ഉണ്ടോ? എന്തോ ഒരു അടിപൊളി കിടന്ന്. എൻ്റെ ഓപ്പോസിറ്റ് എല്ലാം ഒത്തിരി കടയുണ്ട് കേട്ടോ. അതൊരു ദോശക്കട, അവിടെ ഭയങ്കര എത്ര പേരാന്ന് നമ്പർ വിളിച്ചോ. അങ്ങോട്ടെന്തോ പരിപാടി എന്നാ തിരക്കാണെന്നറിയാമോ? ഒരു രക്ഷയില്ല. ഇതൊക്കെ എന്തോ പരിപാടിയാണ്. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി രക്ഷയില്ലാത്ത തിരക്കായി. അയ്യോ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ട്രാഫിക്കിനകത്ത് എന്തോ കാണിച്ചതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. 4 ഭാഗത്തുനിന്നും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീർപ്പഞ്ഞു പോയി. പക്ഷെ പള്ളിക്ക് ലൈറ്റ് കിട്ടില്ലല്ലോ. ആ, അവിടെ അത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അല്ലേ? ആ, ഇതാണ് ഇവിടുത്തെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അവിടെയൊക്കെ ഫുൾ അടിപൊളി കേട്ടോ. വലിയൊരു ട്രീ ഇതാണ് അവർക്ക്. കൊള്ളാം. ചിലപ്പോൾ പള്ളിയുടെയും കൂടെ കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഇവിടെ പുറമൊക്കെ നോക്കി കൊടുത്തതിൻ്റെ 2009 കലണ്ടർ ഉണ്ടോ? കൊള്ളാമല്ലേ? വെറൈറ്റി സാധനമല്ലേ? ആ മാളാണ് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നില്ല. അങ്ങ് ദൂരെ ഞങ്ങൾ സിനിമ കാണാൻ പോകുന്ന പറഞ്ഞ് കൊണ്ടാ ലൈറ്റ് ഇട്ടേക്കുന്ന മാളാണത്. ഇത്രയും നേരം ഒരു 10-15 മിനിറ്റോളം ആ ട്രാഫിക് കിടക്കും. അവൻ പുറകെ നിന്നിട്ട് അങ്ങ് ഹോണടിയായിരുന്നു. ഇനിയും കുറച്ചു നേരം ഞാൻ ഹോണടിച്ചു. അവനിപ്പോൾ ഹോണടിക്കാൻ വേണ്ട, കയറി പോകാൻ വേണ്ട. സ്കൂട്ടറിൻ്റെ പുറകെ വന്നിട്ട് അങ്ങ് ഹോണടിയായിരുന്നു. ഞാൻ ഇനി അവിടുന്ന് ടേണാവും. എനിക്ക് സൈഡിൽ കൂടെ പോകാൻ സ്ഥലമുണ്ട്. എനിക്ക് എങ്ങോട്ടാണ് തിരിഞ്ഞ് പോകാനുള്ള, പക്ഷേ ഞാൻ കയറി പോകുന്നില്ല. ഞാൻ അമ്മാതിരി വെറുപ്പീരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം അടിച്ചടിച്ച് ഞാൻ ഇറങ്ങി ചെയ്ത് ചോദിച്ചാലോ എന്ന് വരെ ആലോചിച്ചില്ല. പറഞ്ഞങ്ങ് പോക്കോടെ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുൽക്കണ്ടൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്താറായി. അപ്പോഴാണ് അവിടെ പരുമലപ്പള്ളിയിൽ അവിടെ പോയിട്ട് തിരികെ എത്തിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ മാതാവിൻ്റെ അവിടെ ഒരു പള്ളി കുരിശടിയുണ്ട്. ഇവിടെ ഒരു സെമിനാരി ഉണ്ട് അപ്പുറം. നമ്മുടെ അച്ചമ്പട്ടത്തിനൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു മാതാവിൻ്റെ ഇതുണ്ട്, നമ്മളെ കുരിശടി. അവിടെ മെഴുകുതിരി എത്തിക്കാൻ അമ്മൂസും ചക്കുപ്പിയും കൊണ്ട് നിൽപ്പുണ്ട്. ഞങ്ങളിവിടെ നിന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് നീ അങ്ങ് വീട്ടിലോട്ട് പോകും. പ്രാർത്ഥിക്കപ്പോ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പം പരുമലപ്പള്ളി പോയി മെഴുകുതിരി എത്തിക്കാൻ പറ്റിയില്ല. അതിനുമാതിരി ഇവിടെ മാതാൻ്റെ അവിടെ മെഴുകുതിരി എത്തിച്ചു. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഫുഡടിയും
റോഡിലെ ട്രാഫിക്കും ട്രാവലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.